പ്രിയമുള്ളവരെ, വചനജ്വാല 1472 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് സെപ്റ്റംബർ 11 വ്യാഴാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചന വായനയിൽ പ്രഭാഷകൻ 7-ാം അധ്യായം 18 മുതൽ 36 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. സ്നേഹിതനെ പണത്തിന് വേണ്ടിയോ സഹോദരനെ ഓഫർ പൊന്നിനു വേണ്ടിയോ കൈമാറരുത്. നല്ലവളും വിവേകിയുമായ ഭാര്യയെ ഉപേക്ഷിക്കരുത്. എന്തെന്നാൽ അവളുടെ സ്വഭാവ വൈശിഷ്ട്യം സ്വർണത്തെക്കാൾ വിലയേറിയതാണ്. വിശ്വസ്തനായ ദാസനോടോ സത്യസന്ധനായ വേലക്കാരനോടോ നീചമായി പെരുമാറരുത്. ബുദ്ധിമാനായ ദാസനെ ഹൃദയപൂർവം സ്നേഹിക്കുക. അവന്റെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തരുത്. നിന്റെ ആടുമാടുകളെ പരിപാലിക്കുക. പ്രയോജനകരമെങ്കിൽ അവയെ സൂക്ഷിക്കുക. നിന്റെ പുത്രന്മാരെ അച്ചടക്കത്തിൽ വളർത്തുക. ചെറുപ്പം മുതലേ അനുസരണം ശീലിപ്പിക്കുക. ഉള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ പഫ്നൂഷ്യൂസിനെ അനുസ്മരിക്കുന്ന ദിവസമാണ്. ഈജിപ്തിലെ മരുഭൂമിയിൽ മഹാനായ വിശുദ്ധ ആന്റണിയോട് കൂടി കുറെ കാലം ചെലവഴിച്ച പഫ്നൂഷ്യസ് അപ്പർ തെബോസായിലെ മെത്രാനായിരുന്നു. മാക്സിമിൻഡായുടെ കാലത്ത് മറ്റേ പലരോടുമൊപ്പം ഇദ്ദേഹത്തിൻ്റെയും വലതു കണ്ണ് ചൂഴ്ന്നെടുത്ത് കളഞ്ഞു. പിന്നീട് അദ്ദേഹത്തെ ഖനികളിൽ ജോലി ചെയ്യാൻ അയക്കുകയാണ് ഉണ്ടായത്. കുറെ കഴിഞ്ഞ് അദ്ദേഹത്തിന് സ്വന്തം രൂപതയിലേക്ക് മടങ്ങിപ്പോകാൻ സ്വാതന്ത്ര്യം ലഭിച്ചു. വിശ്വാസത്തിന് വേണ്ടി വളരെയേറെ സഹിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന് നിക്യ സൂനഹദോസിൽ വലിയ ഒരു സ്ഥാനമുണ്ടായിരുന്നു. വിശുദ്ധ അത്തനേഷ്യസിനോട് വലിയ മൈത്രിയിലായിരുന്നു ബിഷപ്പ് പഫ്നൂഷ്യസ്. 335 ടയർ സൂനഹദോസിലേക്ക് അവർ രണ്ടുപേരും കൂടിയാണ് പോയത്. അവിടെ പലരും ആര്യൻ പാഷണ്ഡത സ്വീകരിച്ചവരായിരുന്നു. അവരുടെ ഗണത്തിൽ തന്നെപ്പോലെ ഒരു ദൃഷ്ടി നഷ്ടപ്പെട്ടിരുന്ന ജെറൂസലേം ബിഷപ്പ് മാക്സിമൂസിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് സങ്കടം തോന്നി. അദ്ദേഹത്തെ തനിച്ച് വിളിച്ചുകൊണ്ടുപോയി വിശ്വാസത്തിന്റെ മൗലികത്വം നിഷേധിക്കാൻ ഇടയാകരുതെന്ന് ഓർമ്മിപ്പിച്ചു. പഫ്നൂഷ്യസ് എങ്ങനെ മരിച്ചുവെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. റോമൻ രക്തസാക്ഷിത്വ ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ മരണം സെപ്റ്റംബർ 11-ാം തീയതിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് തന്നെ വിശുദ്ധ പ്രോത്തൂസും വിശുദ്ധ ഹയസിന്തും ഇരുവരും രക്തസാക്ഷികളാണ്. ഇവരെയും ഇന്ന് അനുസ്മരിക്കുന്ന സുദിനമാണ്. തിരുസഭ അനുസ്മരിക്കുന്ന ഈ രണ്ട് വിശുദ്ധരും റോമാ നഗരത്തെ തങ്ങളുടെ രക്തം കൊണ്ട് നനച്ചിട്ടുള്ള പ്രശസ്ത രക്തസാക്ഷികളുടെ ഗണത്തിൽ ഉൾപ്പെടുന്നു. ക്രിസ്തുവിന്റെ ചെറിയ അജഗണത്തെ തകർക്കുകയായിരുന്നു ചക്രവർത്തിമാരുടെ ലക്ഷ്യം. അങ്ങനെ ചെയ്യുമ്പോൾ ദേവന്മാർ സംപ്രീതരാകുമെന്നായിരുന്നു ചക്രവർത്തിമാരായ വിജാതീയ പുരോഹിതന്മാർ ധരിച്ചിരുന്നത്. പ്രിയമുള്ളവരെ, ഇരുവരെയും വിശുദ്ധ പ്രോത്തൂസിന്റെയും രക്തസാക്ഷികളായ വിശുദ്ധ പ്രോത്തൂസിന്റെയും വിശുദ്ധ ഹയസിന്തിന്റെയും മാധ്യസ്ഥവും ഒപ്പം തന്നെ രക്തസാക്ഷിത്വ പദവിയിൽ അലങ്കരിക്കുന്ന വിശുദ്ധ
പഫ്നൂഷ്യൂസിൻ്റെയും മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു വ്യാഴാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.